4-ാം വാക്യം. യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും എന്ന് ചോദിച്ചു. അടുത്ത വാക്യം കൂടെ വായിച്ചിട്ടേ അത് പൂർത്തീകരിക്കാവൂ. ഇത് അവനെ പരീക്ഷിപ്പാനത്രേ ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. കുറച്ചു മുമ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നമ്മൾ കണ്ടു. അതായത് യേശുവിനെ അനുഗമിക്കുന്ന ഒരു ജനം. ഈ അന്വേഷണ ത്വര എന്ന് പറയുന്നത് ആ ജനത്തിൻ്റെ വലിയൊരു പോസിറ്റീവ് സൈഡാണ്. യേശുവിനെ അന്വേഷിച്ച് ചെല്ലുക. ഇവിടെ അടുത്ത ഒരാളെ കർത്താവ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ യോഹന്നാൻ ശ്ലീഹ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അത് മറ്റൊരു ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ്. 4 ഗ്രൂപ്പ് ആൾക്കാരെ ഇവിടെ നമുക്ക് കാണുവാൻ പറ്റും. ഒന്ന്, യേശുവിൻ്റെ പിന്നാലെ പോയ ജനം. എവിടെ പോയാലും പുറകെ അങ്ങ് പോവുകയാണ്. അത് ആധ്യാത്മികതയുടെ ചൈതന്യ നിമിത്തം ഇവനിൽ നിന്ന് ലൗകികമായോ ആധ്യാത്മികമായോ എന്തെങ്കിലും ലഭിക്കുമെന്ന് പറഞ്ഞ് പുറകെ പോകുന്ന ജനമാണ്. രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡാണ് ഈ ഫിലിപ്പോസ് കാണിക്കുന്നത്. ഫിലിപ്പോസ് കർത്താവിൻ്റെ ശിഷ്യനാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവിന് 12 ശിഷ്യന്മാർ ഉണ്ട് എങ്കിലും ഇവരെല്ലാവരും കർത്താവിൻ്റെ വചനമൊക്കെ കേൾക്കുന്നവരായിരുന്നുവെങ്കിലും ഇവരുടെ ഓരോരുത്തരുടെയും ആറ്റിറ്റ്യൂഡ് വ്യത്യാസമാണ്. ആറ്റിറ്റ്യൂഡ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവർക്ക് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും കർത്താവിനോടുള്ള അടുപ്പവും എല്ലാം വ്യത്യാസമാണ്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കൊള്ളണം. യേശുവിനെ നമ്മൾ വിശ്വസിക്കുന്നു, ഞാൻ ഒരിക്കൽ അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമാകുന്നില്ല. ആ അറിവിൽ നിന്ന് നമ്മൾ എന്തുമാത്രം അവനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധ മാമോദീസയിൽ കൂടി നമുക്ക് പരിശുദ്ധാത്മ സ്നാനം കിട്ടി. നമ്മൾ നമ്മുടെ ബോധതലം വളർന്നപ്പോൾ യേശുവിനെ ആരാണെന്ന് നമ്മൾ ബുദ്ധിയിലും മനസ്സിലാക്കി. അത് കഴിഞ്ഞ് ആ മനസ്സിലാക്കലിൽ നിൽക്കാതെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ മുമ്പോട്ട് നടക്കേണ്ടിയിരിക്കുന്നു, അടുത്ത് വരേണ്ടിയിരിക്കുന്നു. ഇപ്പം ഈ ശിഷ്യന്മാർ 12 ഇനമായിരുന്നു. യൂദായുടെ സ്വഭാവമാണോ ബാക്കി ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഫിലിപ്പോസിൻ്റെ സ്വഭാവം വേറൊരാൾക്കും ഇല്ല. ഫിലിപ്പോസിനൊരു ചെറിയ സംശയവും, അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ശിഷ്യനെ പറയുന്നതല്ല, ആ ശിഷ്യൻ പ്രതിനിധീകരിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉണ്ട് യേശുവിനെ പറ്റി. നമ്മളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഫിലിപ്പോസ് ഇവിടെ പറയുകയാണ്, ഓരോരുത്തന് അല്പമല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകില്ല എന്നുത്തരം പറഞ്ഞു. ആരോടായി പറയുന്നത്? യേശുവിനോടാണ് പറയുന്നത്. യേശു ആണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നേരത്തെ മനസ്സിലാക്കിയിരുന്നു. യേശു വലിയൊരു പുരുഷാരം തൻ്റെ അടുക്കൽ വരുന്നത് കണ്ട് ഫിലിപ്പോസിനോട് നേരിട്ടങ്ങ് പറയുക. ഫിലിപ്പോസിനെ പോയിൻ്റ് ചെയ്ത് പറയുകയാണ്, ഇവർക്ക് എന്തെങ്കിലും തിന്നുവാൻ കൊടുക്കണം, അതിന് അപ്പം എവിടെ നിന്ന് വാങ്ങുമെന്ന് ചോദിച്ചു. ചോദ്യമാണ്, കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഫിലിപ്പോസിൻ്റെ ഉത്തരം അപ്പം മതിയാകെയില്ല എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിച്ച് 6-ാം വാക്യത്തിൽ കർത്താവ് ഇത് ഫിലിപ്പോസിനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. ഫിലിപ്പോസ് നമ്മുടെ എല്ലാം പ്രതിനിധിയായിട്ട് പറയുകയാണ്, ഓരോരുത്തന് അല്പം ലഭിക്കേണ്ടതിന് 200 പണത്തിന് അപ്പം മതിയാകെയില്ല എന്നുത്തരം പറഞ്ഞു. 200 പണം, 200 ദിനാർ. അവരുടെ പണം എന്ന് പറഞ്ഞാൽ ദിനാറാണ്. 200 ദിനാറിന് വാങ്ങിച്ചാൽ പോലും ഓരോരുത്തന് കുറച്ച് പോലും കിട്ടില്ല. ഇതാണ് ഫിലിപ്പോസിൻ്റെ ആറ്റിറ്റ്യൂഡ്. അന്നത്തെ കാലത്ത് ഒരാളുടെ, ഒരു വേലക്കാരൻ്റെ ഒരു ദിവസത്തെ കൂലി 1 ദിനാറാണ്. അതല്ലേ കർത്താവ് ഭൂമിയിൽ പറയുന്നത്? 3-ാം മണിക്ക് ഒരുത്തം വന്നു, അല്ലേ? രാവിലെ ഒരുത്തം വന്നു, അവന് കൊടുത്തു 1 ദിനാർ. 6-ാം മണിക്ക് ഒരുത്തം വന്നു, അവനും കൊടുത്തു 1 ദിനാർ. 11-ാം മണിക്ക് ഒരുത്തം വന്നു, അവനും കൊടുത്തു 1 ദിനാർ. അപ്പോൾ 1 ദിനാർ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ കൂലി. എന്നിട്ട് കർത്താവ് അവസാനം ഈ കംപ്ലൈൻറ്റ് ചെയ്യാൻ വന്നവരോട് പറയുന്നുണ്ട്, എടാ ഞാൻ പറഞ്ഞല്ലേ 1 ദിവസത്തെ കൂലി ഞാൻ പറഞ്ഞല്ലേ, നീ എന്തിനാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്? അപ്പോൾ 1 ദിവസത്തെ കൂലി എന്ന് പറഞ്ഞാൽ 1 ദിനാറാണ്. കഴിഞ്ഞ ദിവസം ഇടയ്ക്ക് കയറി പറയുന്നത് കേട്ടോ, ഒരു ആളെന്നോട് ചോദിച്ചു, ഫോൺ ചെയ്ത് ചോദിച്ചതാണ്, ഇത് ശരിക്കും അനീതിയല്ലേ ഈ കർത്താവ് കാണിച്ചത്? രാവിലെ വെളുപ്പിനെ തൊട്ട് അധ്വാനിക്കുകയാണ് അവൻ്റെ മുന്തിരിത്തോട്ടത്തിൽ.
ഉച്ചയ്ക്ക് വന്നവൻ ആ സമയം തൊട്ടേ അധ്വാനിച്ചിട്ടുള്ളൂ. വൈകിട്ട് 1 മണിക്കൂർ അധ്വാനിച്ചവനും കിട്ടി രാവിലെ തൊട്ട് അധ്വാനിച്ചവൻ്റെ പ്രതിഫലം. കർത്താവിൻ്റെ പോളിസിയൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ രാവിലെ വന്നവനൊരു വിഷമം തോന്നില്ലേ? നമ്മളാണെങ്കിലും തോന്നില്ലേ? തോന്നും. അത് ശരിയാണോ? അപ്പോൾ കർത്താവ് കാണിച്ചത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാൻ പറയുന്നു, കർത്താവ് കാണിച്ചത് ശരിയാണോ എന്നുള്ളതിനേക്കാളിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് ശരിയാണോ എന്നാണ് അവിടെ ചിന്തിക്കേണ്ടത്. അതായത് ഇത്രയും മാത്രം മനസ്സിലാക്കുക. രാവിലെ തൊട്ട് വേല ചെയ്തവന് 1 ദിനാർ. 11 മണിക്ക്, 11 മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 മണിയാണെന്ന് ആലോചിക്കണം കേട്ടോ. വൈകിട്ട് 5 മണിക്ക് വന്നവനും 1 ദിനാർ. അപ്പോൾ ഈ രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ നിന്നവനും 5 തൊട്ട് 6 വരെ നിന്നവനും, നമ്മുടെ കണക്കനുസരിച്ച് പറയാം കേട്ടോ, നമ്മുടെ സമയം അനുസരിച്ചാണ്. രാവിലെ 6 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ വേല ചെയ്തവനും വൈകിട്ട് 5 മണിക്ക് അങ്ങോട്ട് വന്നിട്ട് 6 മണിക്ക് വരെ വേല ചെയ്തവനും ഒരേ കൂലി. സ്വാഭാവികമായും രാവിലെ വന്നവനൊരു പ്രയാസം തോന്നും. തോന്നുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? തോന്നുന്നതിൻ്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇതെവിടെ ഇവൻ അധ്വാനിക്കുന്നത്? രാപകൽ അധ്വാനിക്കുന്നത് മുന്തിരിത്തോട്ടത്തിലാണ്. ആരുടെ? കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലാണ്. അതായത് രാവിലെ 6 മണി മുതൽ 5 മണി വരെ ഇവൻ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അല്ല വേല ചെയ്തത്. മുന്തിരിത്തോട്ടത്തിലാണ്, പക്ഷേ മുന്തിരിത്തോട്ടത്തിലല്ല. ആയിരുന്നുവെങ്കിൽ അവൻ ഇങ്ങനെ ചിന്തിക്കില്ലായിരുന്നു. മുടിയനായ പുത്രൻ, കർത്താവ് പറയുന്ന ഉപമയിൽ മൂത്ത പുത്രൻ അവസാനം ഒരു വേവലാതി പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും നാൾ നിൻ്റെ കൂടെ ഇല്ലായിരുന്നോ? എവിടെ? നിൻ്റെ കൂടെ ഇല്ലായിരുന്നോ? ഇല്ലായിരുന്നു. കൂടുണ്ട്, പക്ഷേ കൂടില്ല. കൂടുണ്ടായിരുന്നുവെങ്കിൽ അവൻ ഒരിക്കലും തൻ്റെ അനുജൻ്റെ മടങ്ങി വരവിൽ അസൂയ കൊള്ളില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വിശ്വാസികളാണ്. ഞാൻ ആരാധന കാണുന്നു, പ്രാർത്ഥനയോത്തിന് പോകുന്നു, വചനം പ്രസംഗിക്കുന്നു, വചനം കേൾക്കുന്നു, ആരാധനയെ സംബന്ധിക്കുന്നു, വിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്നു, പങ്കെടുക്കുന്നു, ആധ്യാത്മിക കാര്യങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറയുമ്പോഴും ഇതെല്ലാം നമ്മുടെ ഈ മുന്തിരിത്തോപ്പിലെ വേലയാണ്. രാപകൽ മുന്തിരിത്തോപ്പിൽ അധ്വാനം തന്നെയാണ്. പക്ഷേ ഈ സാന്നിധ്യം എപ്പോഴും ഉണ്ടോ എന്നുള്ളതാണ് വിഷയം. ഒരു വിശ്വാസിയുടെ വിശ്വാസം വർദ്ധിക്കേണ്ടത് സാന്നിധ്യത്തിലാണ്. ഒരു വിശ്വാസിക്ക് ആദ്യം അവൻ വിശ്വാസത്തിലേക്ക് വരുന്നത് അടയാളം കൊണ്ടാണ്, സാന്നിധ്യം കൊണ്ടല്ല. ആദ്യം അതിനാണ് എല്ലാത്തിനും ഒരു അടയാളം കർത്താവ് ആദ്യം തുടങ്ങുന്നത്. പിന്നീട് ഈ അടയാളം ഇല്ല. ജനങ്ങളെല്ലാം അടയാളം അന്വേഷിച്ചാണ് പിന്നെ പോകുന്നത്. ഇവിടെയാണെങ്കിൽ തന്നെയും കർത്താവ് അവസാനം ഈ ജനങ്ങളെ ശകാരിക്കുകയാണ്. നിങ്ങൾ ഈ അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ടും അപ്പം തിന്ന് തൃപ്തരായതും കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. പുറകെ പോകുന്നുണ്ട്, വെച്ച് പിടിക്കുന്നുണ്ട്. പക്ഷേ ഇത് ശരിക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്? ഈ അപ്പം കിട്ടുന്നതുകൊണ്ടാണോ? അതല്ല. അത് മാറ്റിവെച്ചിട്ട് സാന്നിധ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പൻ്റെ കൂടെ എന്നുള്ള സാന്നിധ്യം. അപ്പോൾ ഒരു വിശ്വാസി അവൻ്റെ വിശ്വാസം വർദ്ധിക്കേണ്ടത് അടയാളത്തിൽ കൂടിയല്ല, മറിച്ച് സാന്നിധ്യത്തിൽ കൂടിയാണ്. യേശു സാന്നിധ്യം. വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം, നമ്മൾ പോകുന്നിടത്തും വരുന്നിടത്തും എല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാന്നിധ്യമില്ലാതെ പോയി കഴിഞ്ഞാൽ മോശ പറയുന്നില്ലേ, നിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പുറപ്പെടുന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുതേ. നിൻ്റെ സാന്നിധ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എത്രയോ അടയാളങ്ങൾ മോശയ്ക്ക് കാണിച്ചു കൊടുത്തതാണ്. മോശയ്ക്ക് ആ വെളിവ് വന്നു. എത്രയോ അടയാളങ്ങൾ മോശ ചെയ്തു. പാറയടിച്ചു, വെള്ളം പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ അനേക അത്ഭുതങ്ങളുടെ അടയാളങ്ങളും മോശയുടെ വടിമുഖാന്തരം ചെയ്തു. പക്ഷേ എന്നിട്ടും മോശ പറയുകയാണ്, ഇതുപോലുള്ള അടയാളങ്ങൾ ഇനിയും മോശയ്ക്ക് ചെയ്യുവാൻ സാധിക്കുമെന്ന് മോശയ്ക്ക് അറിയാം. പക്ഷേ മോശ പറയുകയാണ്, നിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത്. അതാണ്. അപ്പോൾ 1 ദീനാറ എന്ന് പറയുന്നത് 1 ദിവസത്തെ കൂലിയാണ്.
200 ദിനാർ എന്ന് പറയുമ്പോൾ അപ്പോൾ എത്ര ദിവസം പണി ചെയ്താൽ കിട്ടും അത്രയും കൂലി? 200 ദിവസം പണി ചെയ്താൽ കിട്ടുന്ന കൂലിയാണ്. അതായത് ഏകദേശം 3/4 വർഷം, 365, ഏകദേശം 300 ദിവസം എന്നുള്ളതാണ് അതിൻ്റെ കണക്ക്. യഹൂദന്മാരുടെ 300 ദിവസത്തെ കൂലിയാണ് ഒരു വർഷത്തെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഏകദേശം ഒരു 8 മാസം ദിവസവും പണി ചെയ്യുന്ന കൂലിയാണ് 200 ദിനാർ എന്ന് പറയുന്നത്. അപ്പോൾ താലന്ത് നമ്മളൊരു ഉപമ പഠിച്ചിട്ടില്ലേ? താലന്ത്, അതായത് ഒരു മനുഷ്യൻ 10,000 താലന്ത് ഒരാൾക്ക് കടപ്പെട്ടിരുന്നു. കർത്താവ് വലിയ ഫിഗറാണ് പറയുന്നത് കേട്ടോ, ചെറിയ ഫിഗറൊന്നുമല്ല, വലിയ ഫിഗറാണ് പറയുന്നത്. 10,000 താലന്ത്. ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ എത്ര ദിനാറാണെന്നറിയാമോ? ഒരു താലന്ത് എന്ന് പറഞ്ഞാൽ 6,000 ദിനാറാണ്. 6,000 ദിനാർ. 6,000 ദിനാർ എന്ന് പറഞ്ഞാൽ 6,000 ദിവസം. 6,000 ദിവസം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വർഷമാണ്? 20 അല്ലേ? 20 വർഷം ഒരാൾ പണി ചെയ്ത പൈസയാണ് ഒരാൾക്ക് കടം കൊടുത്തിട്ട് അയാളത് മുക്കിക്കൊണ്ടുപോയത്. അവനാണ് പിന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് 1 ദിനാർ കടപ്പെട്ടവൻ്റെ കൊങ്ങായിക്ക് പിടിക്കുന്നത്. മനസ്സിലായോ? ഇതാണ്. അപ്പോൾ ആ ഫിഗറിൻ്റെ വലിപ്പം നിങ്ങൾ മനസ്സിലായിക്കോണം. അത് പറയാൻ വേണ്ടിയാണ് ഞാനത് പറഞ്ഞു എന്നുള്ളതിൽ ഇടയ്ക്ക്. അപ്പോൾ 200 ദിനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം 3/4 വർഷത്തോളം ഒരാൾ അധ്വാനിക്കുന്ന അത്രയും പണം ഇട്ടാൽ പോലും ഇവർക്കെല്ലാവർക്കും അല്പാൽപ്പം പോലും കിട്ടാൻ തികയില്ലെന്നാണ് പീലിപ്പോസ് സർവസമ്പന്നനായ ഉടയവനോട് പറയുന്നത്. ഫിലിപ്പിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: നമ്മുടെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തോണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. അപ്പോൾ എന്തുവാ? തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം. അങ്ങനെ ഒരു വചനം വേറെയുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ, എഫേസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിച്ചേ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം. അതെന്തുവാണ് ഈ മഹത്വത്തിൻ്റെ ധനം? ആ വാക്യം ഒന്ന് വായിച്ചേ. അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. ഇപ്പോൾ ഇവിടെ എല്ലാം ഉള്ളിലിരിക്കുന്ന സാധനം എന്തുവാണെന്നറിയാമോ? ആത്മാവാണ്. നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ചൊരു ശക്തിയോടെ ബലപ്പെടണം. അവൻ്റെ ആത്മാവിനാൽ വേണം അങ്ങനെ ബലപ്പെടുവാൻ. അപ്പോൾ അവൻ്റെ മഹത്വത്തിൻ്റെ ധനം എന്താണെന്ന് പറയാമോ? ഇത്രയും ക്ലൂ തന്നിട്ട് നിങ്ങൾ പിടി കിട്ടുന്നില്ലേ? അതായത് അവിടെ പറയുന്ന മുഴുവൻ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട ആ ധനത്തിനൊത്തോണം നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച്, അതായത് നിങ്ങളുടെ അകത്തിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ച് നിങ്ങൾ ശക്തിയോടെ ബലപ്പെടണം. അങ്ങനെയാണെങ്കിൽ മഹത്വത്തിൻ്റെ ധനം എന്താണെന്നാണ് ചോദിച്ചത്. പരിശുദ്ധാത്മാവ്. നിങ്ങൾ പറയണം, എന്നാലേ എനിക്കൊരു തൃപ്തിയുള്ളൂ. അപ്പോൾ മനസ്സിലായി. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ധനം. മകൻ അപ്പനോട് മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗസ്നായ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി തരും. അതാണ് അവൻ്റെ മഹത്വത്തിൻ്റെ ധനം. അതാണ് ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു വരുമെന്ന് പറയുന്നത്. അപ്പം അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ ബോണസായിട്ട് പുറകെ വരുന്നതാണ് ബാക്കിയെല്ലാം. വേണ്ടാത്തതെല്ലാം നീങ്ങി പോവുകയും ചെയ്യും. അങ്ങനെയുണ്ട്. അപ്പം ബോണസായിട്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം വന്നു ചേർന്നുകൊണ്ടേയിരിക്കും, വേസ്റ്റായിട്ടുള്ളതെല്ലാം നീങ്ങിപ്പോകുകയും ചെയ്യും. പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ്, വീണ്ടും പറയുകയാണ്. ഇപ്പോൾ ഒരു വലിയൊരു വിലയുള്ള സാധനം നമ്മൾ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് അവർ ഫ്രീ ആയിട്ട് കുറേ സംഗതികൾ തരും. ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപയുടെ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കുവാനായിട്ട് നിങ്ങൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലൈസർ, അല്ലെങ്കിൽ ഒരു തേപ്പൊട്ടി, അല്ലെങ്കിൽ ഒരു മിക്സി, സാറേ ഇത് 3 ഇതിൻ്റെ കൂടെ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ട് തരും. പിറ്റേന്ന് ഒരു സ്റ്റെബിലൈസർ, ഒരു തേപ്പൊട്ടി, ഒരു മിക്സിയും കൂടെ സാറേ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നേരെന്ന് പിറ്റേന്ന് ചെന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? കിട്ടും. പക്ഷേ ഇതല്ലേ നമ്മൾ ചെയ്യുന്നത് ആധ്യാത്മികതയിൽ? ഇത് തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വന്നിട്ട്
ഇത്തരം കാര്യങ്ങളല്ലാതെ വേറൊന്നും നമുക്ക് ചോദിക്കാനില്ല, വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മഹത്വത്തിൻ്റെ ധനം അവിടെ ഇങ്ങനെ ഇരിക്കുക. എന്നെ ആര് വിളിക്കും, എന്നെ ആര് ചോദിക്കുമെന്ന് അന്വേഷിച്ച് ആരും വിളിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. ആ പരിശുദ്ധാത്മ വ്യാപാരത്തിൻ്റെ ധനം നിറഞ്ഞു കഴിയുമ്പോൾ പീലിപ്പോസ് ഇതുപോലെ ചോദിച്ച ചോദ്യം ചോദിക്കില്ല. പീലിപ്പോസ് എന്താ ഇവിടെ പറയുന്നേ? എന്താ പറയുന്നേ? ഇതൊന്നും മതിയാവത്തില്ല കർത്താവേ. ആരോടാ പറയുന്നേ? തൻ്റെ ധനത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം നിറഞ്ഞു നിൽക്കുന്നവൻ ആരിൽ നിന്ന് അതെടുക്കുന്നതോ അവൻ അവിടെ ഇങ്ങനെ വടി പോലെ നിൽക്കുമ്പോൾ പീലാത്തോസിന് മാത്രമല്ല യേശുവിനെ മനസ്സിലാകാതെ പോയത്, ശിഷ്യന്മാർക്ക് പലർക്കും മനസ്സിലാകാതെ പോയി. യൂദായ്ക്ക് ഒട്ടുമേ മനസ്സിലായില്ല, പലർക്കും മനസ്സിലായില്ല. ഈ യോഹന്നാൻ എന്തുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്നറിയാമോ? ഒരു വാക്ക് വരുന്നുണ്ട്. ആ വാക്ക് വരുമ്പം പറയാം, അന്നേരം ഇത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ആ വാക്ക് കണ്ടിട്ട് കുറച്ചു നേരം അങ്ങ് ഇരുന്നു പോയി. അവിടെയാണ് യോഹന്നാൻ്റെ സ്പെഷ്യാലിറ്റി ഇരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് 6-ാം വാക്യം വായിച്ച് താഴോട്ട് വായിക്കാം. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. ഇപ്പം യേശു പല കാര്യങ്ങളും മുന്നമേ കണ്ട് തീരുമാനിച്ച് വെച്ചിരിക്കുന്നതാണ്. അവൻ്റെ മുന്നറിവിനൊത്തവണ്ണമാണ് നമ്മുടെ ജീവിതം എല്ലാം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ യാദൃച്ഛികമായി ഒന്നും വന്നു ചേർന്നിട്ടില്ല. ഇത് ദൈവം മുന്നമേ വെച്ചിട്ടുള്ളതാണെങ്കിൽ അതിന് പ്രതിവിധിയും കർത്താവ് മുന്നമേ കണ്ടിട്ടുണ്ട്. അതാണ് 1 കൊരിന്ത്യർ 10-13 വാക്യത്തിലുള്ള നമ്മൾ മുമ്പേ വായിച്ച വാക്യം. 1 കൊരിന്ത്യർ 10-13 വാക്യം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. കാര്യം എന്താണ്? ഇവന് മുന്നമേ എല്ലാം തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്. അവൻ വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്കുവഴിയും ഉണ്ടാക്കും എന്നുള്ളതിനേക്കാളിൽ നല്ലത് അവൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പരീക്ഷ തരുന്നത്. പക്ഷേ ഇത് നമ്മൾ തിരിച്ചറിയാതെ പരീക്ഷയിൽ കിടന്ന് നമ്മൾ വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സഹനവും ഓരോ പരീക്ഷയും നമ്മുടെ വിശുദ്ധീകരണത്തിനുള്ള മാർഗദീപങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് കഷ്ടതയിൽ പാടുവാൻ പറ്റുകയുള്ളൂ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുൾക നാഥനേതാണ്, അല്ലേ? കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തി അരുൾക നാഥനേ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. പഴയ പാട്ടുകളിലേക്ക് സൗരഭ്യം അതാണ്. അപ്പോൾ ആ ശക്തിയാണ്. ആ ശക്തി ഏതാണ്? അവൻ്റെ മഹത്വത്തിൻ്റെ ധനമാണ്. ആ മഹത്വത്തിൻ്റെ ധനമായവൻ ആ ധനവും കൊണ്ടാണ് അവിടെ ഇരുന്ന് വെറുതെ പരീക്ഷിക്കുവാനായിട്ട് പീലിപ്പോസിനോടൊന്ന് ചോദിച്ചാണ്, ഇവർക്ക് വല്ലതും കൊടുക്ക്, എവിടുന്ന് കിട്ടും അപ്പം? ഇതേ ചോദ്യം തന്നെയാണ് അന്ത്രയോസിനോടും ചോദിച്ചത്. ചോദിച്ചില്ലെങ്കിലും അത് അന്ത്രയോസിൻ്റെ മുമ്പിൽ ഈ ചോദ്യം പ്രത്യക്ഷപ്പെട്ടു. അന്ത്രയോസിൻ്റെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്, പീലിപ്പോസിൻ്റെ ആറ്റിറ്റ്യൂഡല്ല. അതുകൊണ്ട് ഇവരാരും കുഴപ്പക്കാരൊന്നും ആണെന്നല്ല അർത്ഥം കേട്ടോ. എല്ലാവരും ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. പത്രോസ് തള്ളിപ്പറഞ്ഞവനാണെങ്കിലും, തോമാസ് ലീഹ സംശയിച്ചവനാണെങ്കിലും, പീലിപ്പോസ് ഇങ്ങനെ പറഞ്ഞവനാണെങ്കിലും എല്ലാം കർത്താവിന് വേണ്ടി മരിച്ചവരാണ്. അതിലെല്ലാം തീരും എന്ന് പറഞ്ഞാൽ സ്നേഹിതന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. വെറുതെ മരിച്ചതല്ല, രക്തസാക്ഷിത്വ മരണമാണ്. യോഹന്നാൻ യാക്കോവിനെ കൊല്ലുന്നത് കണ്ടോണ്ട് നിൽക്കുമായിരുന്നാണ് പറയുന്നത്, തലവെട്ടുന്നത്. യാക്കോസ്ലിയാണല്ലോ ആദ്യം രക്തസാക്ഷിയാവുന്നത്. സ്വന്തം സഹോദരൻ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അന്ത്രയോസിനെ എക്സ് പോലെയുള്ള ഒരു കുരിശിലാണ് കുരിശിക്കുന്നത്. പത്രോസ്, എൻ്റെ കർത്താവിൻ്റെ ക്രൂശിൽ തറയ്ക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് തന്നെ തലകീഴായിട്ട് ക്രൂശിച്ചോ. ഇതൊക്കെ എങ്ങനെ പറയാൻ പറ്റുക? അന്ത്രയോസ് പറഞ്ഞു, കർത്താവിൻ്റെ ആ ക്രൂശിൽ
ക്രൂശിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല, നിങ്ങൾ വേറൊരു ഷേപ്പ് ഉണ്ടാക്കിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എക്സ് മാതിരിയുള്ള കുരിശ് ഉണ്ടാക്കി. മത്തായി ശ്ലീഹായെ തൊലിയിരിച്ചാണ് കൊല്ലുന്നത്. യോഹന്നാൻ ശ്ലീഹായെ തിളച്ച എണ്ണ ഒഴിച്ച് കൊല്ലുവാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അദ്ദേഹം രക്ഷപ്പെട്ടു അത്ഭുതകരമായി. കാരണം ഇല്ലെങ്കിൽ ഈ സുവിശേഷവും വെളിപാടും ഒന്നും വരത്തില്ലല്ലോ. അപ്പം ദൈവം ഇതെല്ലാം മുന്നമേ ഒരുക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അത് പരീക്ഷ എന്ന് പറയുന്ന സംഗതി ഒരു കാര്യം ഉറപ്പാക്കിക്കൊള്ളൂ, ഈ പോക്കുവഴി ഉണ്ടാക്കുന്നവൻ അതിൻ്റെ കൃപയൂടെ തന്നിട്ടേ ഇതിനെ തരികയും അതിലേക്ക് കടത്തിവിടുകയും ചെയ്യുള്ളൂ. വെറുതെ കടത്തിവിടത്തില്ല. അവർക്ക് ആ കൃപ കൊടുക്കുകയാണ്, രക്തസാക്ഷിയാകുവാനുള്ള കൃപ. കുറിയാക്കോസ് സഹോദരിക്ക് അതിനുള്ള കൃപ കിട്ടുകയാണ്. അതായത് നമ്മൾ നേരത്തെ പഠിച്ച ആത്മാവിൻ്റെ മച്യൂരിറ്റി ലഭിച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിന് അവരെ ഒന്നും താങ്ങാൻ ഇനി പറ്റില്ല. ഈ ലോകം അവർക്കുള്ളതല്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് സിസേറിയൻ ഓപ്പറേഷൻ നടത്തിയെടുക്കുന്നത് പോലെ പൈശാചിക ഏജൻസികളെ കൊണ്ട് ആ കർമ്മം നിർവഹിച്ചിട്ട് അവൻ്റെ ആത്മാവിനെ സ്വർഗത്തിലേക്ക് എടുക്കുന്ന ഒരു കാര്യമാണ് രക്തസാക്ഷിത്വ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും രക്തസാക്ഷി മരണം പ്രാപിച്ചവരാകിയാൽ അവരുടെ ഇപ്പോഴത്തെ സ്വഭാവ രീതികൾ വെച്ച് ആരെ അളക്കുവാൻ വേണ്ടിയല്ല പറയുന്നത്, മറിച്ച് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം നമ്മളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ വേണ്ടി കർത്താവ് പീലിപ്പോസിനെ കൂടെ പരീക്ഷിക്കുവാനായിട്ട് ചോദിക്കുകയാണ്. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്. അപ്പം അന്ത്രയോസ് ഇതേ ചോദ്യം കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. മനസ്സിലായോ? രണ്ടുപേരുടെ ആറ്റിറ്റ്യൂഡ് നോക്കിയോ. പീലിപ്പോസ് ഒരു ആറ്റിറ്റ്യൂഡ് കാണിച്ചു, അത് നമ്മളുടെ ഒരു സ്വഭാവ വിശേഷമാണ്. അപ്പോൾ പീലിപ്പോസിൻ്റെ ഈ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഈ ഉത്തരം അന്ത്രയോസ് കേട്ടോണ്ട് നിൽപ്പുണ്ട്. കർത്താവ് പീലിപ്പോസിനോട് ചോദിച്ച കാര്യം അന്ത്രയോസ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ശീമോൻ്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് എന്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ത്രയോസിനും ഒരു ആവലാതിയുണ്ട്. പക്ഷേ അന്ത്രയോസിനൊരു കാര്യം മനസ്സിലായി, ഉള്ളത് എന്താണെന്ന് വെച്ചാൽ പറയാം, എൻ്റെ കയ്യിൽ ഇത്രയുമുണ്ട്. ഈ ബാലകനെ അന്ത്രയോസിന് എങ്ങനെ കിട്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. നമ്മൾ വിചാരിക്കരുത് ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സാധനം എടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആണോ? അവന് വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പൊതിച്ചോറാണത്. കൊച്ചു കുഞ്ഞുങ്ങളാണ്, നിങ്ങൾ ഉറപ്പിച്ചു തരത്തില്ല, ആർക്കും കൊടുക്കില്ല. അത് അവരുടെ കുഞ്ഞുങ്ങളുടെ ഒരു ചൈൽഡിഷ് നേച്ചറാണ്, അല്ലെങ്കിൽ ഒരു ചൈൽഡ് ലൈക്ക് നേച്ചറാണ്. അതിനകത്തൊരു നമുക്കൊരു ദേഷ്യമൊന്നും തോന്നുന്നില്ല, അത് അവരുടെ സ്വഭാവ രീതിയാണ്. അന്ത്രയോസിനെ എങ്ങനെ പറയാൻ പറ്റി ഒരു കുഞ്ഞിൻ്റെ കയ്യിൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്, അത് ഞാൻ സംഘടിപ്പിച്ച് തരാമെന്ന് എങ്ങനെ പറയാൻ പറ്റി? എങ്ങനെ പറയാൻ പറ്റി? കാണും, നമ്മുടെ ഒരു ഊഹമാണ്. അന്ത്രയോസ് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ളവൻ ആയിരുന്നിരിക്കണം. കുഞ്ഞിനെ കാണുമ്പോൾ അവൻ്റെ അടുത്ത് വന്നിരുന്ന് 2 വർത്തമാനമൊക്കെ പറഞ്ഞ് അവനെ ഒന്ന് സോപ്പിട്ട് അടുത്ത കുഞ്ഞിൻ്റെ അടുത്ത് പോയി. കാരണം കർത്താവിടെ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കുഞ്ഞുങ്ങളെയൊക്കെ മാനേജ് ചെയ്യുന്നത് അവനായിരുന്നിരിക്കണം. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്നവനും അധികം മുമ്പോട്ട് വരുവാൻ താല്പര്യമില്ലാത്ത ഒരാളുമായിരുന്നു ആര്? അന്ത്രയോസ്. നിങ്ങൾ എവിടെയെങ്കിലും വേദപുസ്തകത്തിൽ കണ്ടിട്ടുണ്ടോ അന്ത്രയോസ് ഇപ്രകാരം പറഞ്ഞത് എന്തെന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. അന്ത്രയോസ് എന്ന് പറയുന്ന ഈ ശിഷ്യൻ ഒരിക്കൽ പോലും ഫ്രണ്ട് ലൈനിൽ വരുവാൻ ആഗ്രഹിച്ചിട്ടില്ല, എവിടെയും കണ്ടിട്ടില്ല. 3 പ്രധാനപ്പെട്ട ശിഷ്യഗണത്തിൽ അന്ത്രയോസും ഇല്ല, അന്ത്രയോസിന് താല്പര്യവും ഇല്ല. അന്ത്രയോസിന് ഈ രീതിയിലുള്ള ഒരു പ്രത്യേക കൃപാവരമാണ്. അപ്പോൾ ആ കുഞ്ഞുമായിട്ട് നേരത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇവൻ എത്തിയിരുന്നുണ്ടായിരുന്നിരിക്കും. ആ കുഞ്ഞിൽ നിന്ന് ഇത് നമുക്ക് കിട്ടും എന്നുള്ളൊരു തലത്തിലേക്ക് ആ കുഞ്ഞുമായിട്ടൊരു ബന്ധം അന്ത്രയോസ് ശ്ലീഹ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നിരിക്കും. ഏതായാലും ആ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിച്ച് തരാൻ എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി കർത്താവിനോട് പറയുകയാണ്, ഇവിടെ ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞിൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, എങ്കിലും അത് 200 പണത്തിന് പോലും തീരത്തില്ല, പിന്നെ ഈ 5 യവത്തപ്പവും 2 മീനും കൊണ്ട് എന്തുള്ളൂ എന്ന്
ഒരു സംശയം അന്ത്രയോസിനുണ്ടായിരുന്നെങ്കിലും അന്ത്രയോസിന് ആ സംശയത്തെ തരണം ചെയ്യുന്ന മറ്റൊരു ഉറപ്പുണ്ടായിരുന്നു. ഉള്ളത് എൻ്റെ കർത്താവിനെ ഏൽപ്പിച്ചാൽ അവൻ എന്തെങ്കിലും ചെയ്യും എന്നുള്ള ബോധ്യം കാനാവിൽ കേട്ടതാണ് അന്ത്രയോസ്. ആരിൽ നിന്ന് കേട്ടു? മാതാവിൽ നിന്ന് കേട്ടു. അവൻ വല്ലതും കൽപ്പിച്ചാൽ അത് ചെയ്യണം. ഇപ്പോൾ ഫിലിപ്പോസിന് ഇതങ്ങോട്ട് കയറിയില്ല. അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് ഈ ശരിക്കുള്ള യേശുവിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയില്ല, അതെത്തിയില്ല അവന്. അതേസമയം അന്ത്രയോസിന് അത് മനസ്സിലായി. അവൻ വല്ലതും കൽപ്പിച്ചാൽ അതുപോലെ ചെയ്യുവീനെന്ന് മാതാവ് അവരോട് പറഞ്ഞപ്പോൾ കർത്താവ് ഒരു കാര്യം കൽപ്പിച്ചു. ആ കൽപ്പിച്ചത് സാധാരണ ജനത്തിനോ സമൂഹത്തിനോ ഒട്ടും മനസ്സിലാകാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. 6 കൽപ്പനകളിൽ വെള്ളം നിറയ്ക്കണം, അത് കൊണ്ടുപോയി കൊടുക്കണം. സാമാന്യ ബോധമുള്ളവൻ ചെകിട്ടത്തടിച്ചേച്ച് പോകല്ല, അതൊന്നും ചെയ്യത്തില്ല. നമ്മളാണ് ചെയ്യുക, ഞാൻ ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. എങ്ങനെ ചെയ്യാനാണ്? ഇത് വീഞ്ഞ് കൊടുക്കാൻ്റെ അടുത്ത് വെള്ളം എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ അടി അവൻ്റെ ഇവന് കിട്ടും. അതിലും ഭേദം ഇത് പറഞ്ഞവനെ ഒരെണ്ണം കൊടുത്തിട്ടങ്ങ് പോകുന്നതല്ലേ. അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. പക്ഷേ ഇവർക്കെല്ലാം കർത്താവിലൊരു എന്തോ ഒരു അമിത വിശ്വാസം. മാതാവ് പറഞ്ഞു, മാതാവ് കള്ളം പറയില്ല, അല്ലെങ്കിൽ മാതാവിൻ്റെ ആ വാക്കിലൊരു വിശ്വസനീയത, അല്ലെങ്കിൽ ഒരു ആത്മ അഭിഷേകം, അതവർക്ക് മനസ്സിലായതുകൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞു. അതുപോലെ തന്നെ ഈ അന്ത്രയോസ് ഉള്ളത് നിങ്ങൾ കൊടുക്കുക. ഇപ്പം നമ്മുടെ കാര്യമാണെങ്കിലും നമുക്കുള്ളത് എന്താണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൗതികമായ എല്ലാ കാര്യങ്ങളും കർത്താവിനറിയാം. നമ്മൾ പലപ്പോഴും വിശ്വാസികൾക്ക് ഈ ആത്മീകമായ കാര്യങ്ങൾ മാത്രമേ സമർപ്പിക്കേണ്ടതുള്ളൂ എന്നൊരു തോന്നലുണ്ട്. എന്നാൽ നേടേണ്ടതിന് ലൗകിക കാര്യങ്ങൾ ചോദിക്കും. കർത്താവേ അത് തരണം, വീട് പണി നടക്കണം, കല്യാണം നടക്കണം, അത് നടക്കണം, ഇത് നടക്കണം, എല്ലാം നേടുന്ന കാര്യങ്ങളെല്ലാം ലൗകികമായതും. സമർപ്പിക്കേണ്ട കാര്യം വരുമ്പോൾ നമ്മൾ വലിയ ആത്മീകരാകും. കർത്താവെ ഞങ്ങളെ മനസ്സിനെ തരുന്നു, ഇങ്ങനെയൊക്കെ ആത്മാവിനെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് ചോദിക്കും, നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? കയ്യിൽ എന്താണുള്ളത്? നിൻ്റെ കയ്യിൽ അത് എന്തിനാണത് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ, അനേകരെ സന്തോഷിപ്പിക്കുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യബോധത്തെ അനേകരിലേക്ക് എത്തിക്കുവാൻ നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? കർത്താവെ, എനിക്കൊരു വീടുണ്ട്, എനിക്ക് താമസിക്കാനൊരു സ്ഥലമുണ്ട്, എൻ്റെ കയ്യിൽ ഇത്ര പണമുണ്ട്, എൻ്റെ കയ്യിൽ ഒരു വണ്ടിയുണ്ട്, എൻ്റെ കയ്യിൽ ഇത്രമാത്രം അറിവുണ്ട്, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഉള്ളതും കൊടുത്താൽ മതി. അല്ലാതെ എൻ്റെ കയ്യിൽ ഇത്രയും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എങ്ങനെ നിൻ്റെ നാമത്തെ പ്രകീർത്തിക്കും? ഇങ്ങനെയാണ് പല സുവിശേഷകരും ഞാനടക്കം ചിന്തിക്കുന്നത്. അതില്ലല്ലോ, അല്ലെങ്കിൽ ഇതില്ലല്ലോ, ഇവിടെ ഇത്രയും ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയെല്ലാം പരിമിതികളാണല്ലോ ഏറ്റവും കൂടുതലുള്ളത്. എത്രയോ സുവിശേഷകന്മാർക്ക് എന്തെല്ലാം ക്രമീകരണങ്ങളുണ്ട്. പക്ഷേ നമുക്കെല്ലാം പരിമിതികളെപ്പറ്റി ബോധവാനാകുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, നിൻ്റെ കയ്യിൽ എന്താണുള്ളത്? എനിക്കൊരു ജോലിയുണ്ട്, ഓക്കെ, എൻ്റെ കയ്യിൽ ഇത്രമാത്രം പണം എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ദൈവസനെ സമർപ്പിക്കാവുന്ന കാര്യമാണ്. ഇത് അന്ത്രയോസിന് ഉണ്ടായിരുന്നുകൊണ്ട് ഇത് അന്ത്രയോസിന് ബോധ്യമുള്ളതായിരുന്നതുകൊണ്ട് അവൻ അത് കർത്താവിനെ ഭരമേൽപ്പിക്കുകയാണ്. എന്നിട്ടോ 10-ാം വാക്യം കർത്താവ് പറയാണ്, ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു വാക്ക്. നിങ്ങൾക്ക് അതിനകത്ത് വല്ല വാക്കും തോന്നിയോ? അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തോന്നേണ്ട കാര്യമില്ല, കാരണം ഇത് പറഞ്ഞു തന്നാലേ പിടികിട്ടുകയുള്ളൂ. പക്ഷേ ഇനി വായിക്കുമ്പോൾ തോന്നണം. യേശു പറയാണ്, ആളുകളെ ഇരുത്തുവിൻ എന്ന് പറഞ്ഞു. യേശു മലയിൽ കയറി അവിടെ ഇരുന്നു. ഇവിടെ പറയാണ്, ആളുകളെ ഇരുത്തുവീൻ. ഈ ഇരുത്തുവീൻ എന്ന് പറയുന്നിടത്ത് ഗ്രീക്ക് ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്
അനാപേസിൻ എന്നാണ്. അനാപേസിൻ. നിങ്ങൾ ആ വാക്കൊന്നും എഴുതണ്ട, അതൊന്നും എഴുതണമെന്നില്ല, മനസ്സിലാക്കിയാൽ മതി. എഴുതേണ്ടിയവർ മാത്രം വേണമെങ്കിൽ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. ഇരുത്തുവീൻ എന്നുള്ള വാക്കിന് യോഹന്നാൻ ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക്, ഗ്രീക്കിലാണല്ലോ ബൈബിൾ എഴുതിയത്, ഇവരെല്ലാം ഗ്രീക്കിലാണ് ബൈബിൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ ഭാഷയിലേക്ക് നമ്മൾ പോകുന്നതും അതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതും. അനാപേസിൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം റിക്ലൈൻ എന്നാണ്. നിങ്ങൾ ഇംഗ്ലീഷ് വേദോസം നോക്കിയാൽ മെൻ വെയർ റിക്ലൈൻഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. റിക്ലൈൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? റിക്ലൈൻ എന്ന് പറഞ്ഞാൽ ചാരിയിരിക്കുക എന്നാണ് അർത്ഥം. യോഹന്നാൻ യേശുവിൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും റിക്ലൈൻ എന്നാണ്. 13-ാം അധ്യായം 23-ാം വാക്യം ഒന്നെടുത്ത്, യേശു സ്നേഹിച്ച ശിഷ്യൻ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കും റിക്ലൈൻ. അനാപേസിൻ എന്നുള്ള വാക്കാണ് ഈ 6-ാം അധ്യായത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഗ്രീക്ക് ഭാഷയിൽ തത്തുല്യമായ മറ്റൊരു വാക്കാണ്, എന്നാൽ ഇതിൻ്റെ എല്ലാ അർത്ഥം അനാഖീമേനോസ് എന്നാണ്. ഇത് രണ്ടിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. നിങ്ങൾ ആ ഗ്രീക്ക് വാക്കൊന്നും എഴുതണ്ട. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ റിക്ലൈൻ എന്നുള്ള വാക്ക് മാറത്ത് ചാരിയിരിക്കുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞുകൊണ്ട് വരുന്നത് എന്താണെന്നറിയാമോ? ഈ അപ്പം മീൻ എടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്ന ഈ സംഗതിയെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. മാറത്ത് ചാരിയിരിക്കുന്ന യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, അതേ ഒരു അനുഭൂതിയിലാണ് ഈ അപ്പവും മീനും എടുത്ത് വാഴ്ത്തി നുറുക്കി പങ്കിട്ട് കൊടുത്തപ്പോൾ അവർക്കുണ്ടായ അനുഭവം. മാറത്ത് ചാരിയിരുന്ന് ഭക്ഷിക്കുകയാണ്. അത് ആത്മാവിലാണ്. അത്രയും 12,000 അല്ലെങ്കിൽ 20,000 ആൾക്കാരും റിക്ലൈൻഡ് എന്ന് പറഞ്ഞാൽ ദേ റെസ്റ്റഡ് ഇൻ പീസ് എന്നാണ് അർത്ഥം. ആ വാക്ക് തെറ്റിദ്ധരിക്കരുത്. കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്നൊരു വാക്കാണ് റെസ്റ്റ് ഇൻ പീസ്. അത് കല്ലറയിൽ എഴുതേണ്ടതല്ല, നമ്മുടെ നെറ്റിപ്പട്ടത്തിൽ എപ്പോഴും എഴുതി വച്ചിരിക്കേണ്ട വാക്കാണ് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ മാറിൽ ചാരിക്കൊണ്ട് റെസ്റ്റ് ചെയ്യുക. ഇതിനെയാണ് ദൈവം വിശ്രമിച്ചു എന്ന് പറയുന്നത്. ദൈവം വിശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ദൈവം ഒറ്റയ്ക്കല്ല വിശ്രമിക്കുന്നത്, നമ്മളെ ചേർത്താണ് വിശ്രമിക്കുന്നത്. 6 ദിവസം വേല ചെയ്ത് 7-ാം ദിവസം ദൈവം മനുഷ്യനോടുകൂടി വിശ്രമിച്ചു എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ മാറിൽ ചാരിയിരുന്ന് ആശ്വാസവും വിശ്രാമവും കണ്ടെത്തുന്നതിനെയാണ് റെസ്റ്റ് ഇൻ പീസ് എന്ന് പറയുന്നത്. ഇത് കല്ലറകളിൽ എഴുതി വയ്ക്കേണ്ടതല്ല. കല്ലറകളിൽ എഴുതി വയ്ക്കാം, പക്ഷേ നമ്മുടെ നെറ്റിപ്പട്ടത്തിൽ എഴുതി വയ്ക്കേണ്ടതാണ് ഐ ആം ഓൾവേസ് റെസ്റ്റിംഗ് ഇൻ പീസ്. ഇങ്ങനെയുള്ളവനാണ് തൃപ്തി ഉണ്ടാകുന്നത്. എല്ലാവരും തിന്ന് തൃപ്തരായത് ഈ ഒരൊറ്റ വാക്കിൻ്റെ ബലത്തിലാണ്. അവർ റിക്ലൈൻഡ് മീൻസ് ആത്മാവിൽ കർത്താവിൻ്റെ നെഞ്ചത്ത് ചാരിയിരുന്നു എന്നാണ് അർത്ഥം. ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യം എന്ന് വായിക്കാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 24-ാം അധ്യായം 30-ാം വാക്യം. അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ചു, നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവരുമായി ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കും റിക്ലൈൻഡ് എന്നാണ്. അതായത് കർത്താവ് പെസഹ സന്ധ്യയിലും ഈ അപ്പം വാഴ്ത്തി നുറുക്കുന്ന ഈ ശുശ്രൂഷയും താരതമ്യം ചെയ്താണ് നിർത്തിയിരിക്കുന്നത് യോഹന്നാൻ ശ്ലീഹ. ഈ രണ്ട് ശുശ്രൂഷയും താരതമ്യം ചെയ്താണ്, അല്ലെങ്കിൽ തത്തുല്യമായിട്ടാണ് വിശുദ്ധ കുർബാന നിൽക്കുന്നത്. മറ്റുള്ള സുവിശേഷങ്ങളിലും ഇവിടെ പറയുന്നത് അവരെ പച്ച പുൽപ്പുറങ്ങളിൽ ഇരുത്തി എന്നാണ്. റിക്ലൈൻഡ് ഇൻ
ഗ്രീൻ ഗ്രാസ്, പച്ച പുൽപ്പുറങ്ങളിലാണ്. 23-ാം സങ്കീർത്തനത്തിൽ എന്താണ് പറയുന്നത്? അവൻ എന്നെ പച്ച പുൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നു. അപ്പോൾ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സംഭവവും പെസഹ സംഭവവും വിശുദ്ധ കുർബാനയും ഒരുമിച്ച് ഒരേ പാരൽ ലൈനിൽ നിർത്തിക്കൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ഈ കാര്യം നമ്മളെ അറിയിച്ചു തരുന്നത്. ആളുകളെ ഇരുത്തുവീൻ എന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. മരുഭൂമിയിലെ ആ പുൽപ്രദേശത്ത് നീ എൻ്റെ നെഞ്ചിൽ ചാരിയിരുന്നോളുക. പരീക്ഷയ്ക്കായി അനേകം അഗ്നിശോധനകൾ നിനക്കുണ്ട്. 1 പത്രോസ് 4:12. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന ഒരു അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം സംഭവിച്ചു എന്നോർത്ത് നിങ്ങൾ അതിശയിച്ചു പോകരുത്. കിട്ടിയോ? ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുന്തോറും സന്തോഷിച്ചുകൊള്ളു. ഇതാണ് പറയുന്നത്. ഈ ഒരു സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ റിക്ലൈൻ ചെയ്തിരിക്കണം. പല കഷ്ടതകൾ പല രീതിയിൽ വരും. ഒരാൾക്ക് തന്നെ ഒരു നൊമ്പരം മാത്രമായിരിക്കണമെന്നില്ല, വിവിധ നൊമ്പരങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാമോ? ഓരോ നൊമ്പരത്തെയും ഓരോ ആണിയുമായിട്ട് കണക്ട് ചെയ്യണം. ഇതാ, ആ ആണി എൻ്റെ കയ്യിൽ വടിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ കൈയോട് ചേർത്തങ്ങ് വയ്ക്കുക നമ്മുടെ കൈ. ആദ്യം കർത്താവിൻ്റെ കയ്യിലടിച്ചു, അതിൻ്റെ അടിയിൽ നമ്മുടെ കൈ ഇരിപ്പുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 5 നൊമ്പരെങ്കിലും ഉണ്ടെങ്കിൽ ഭാഗ്യം എന്ന് വിചാരിക്കുക. ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. കൊലോസ്യർ 1:24 ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് ജഡത്തിൽ സഭയായ അവൻ്റെ ശരീരത്തിന് വേണ്ടി ഞാൻ പൂരിപ്പിക്കുന്നു. അപ്പോൾ ഓരോ കഷ്ടവും നൊമ്പരും എല്ലാം ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് പങ്കാളികളാണ്. നമുക്കിത് പറയാൻ എളുപ്പമാണ്. ഞാനിപ്പം പറയുമ്പോഴും നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ഇത് എളുപ്പമാണ്, പക്ഷെ അനുഭവിക്കുമ്പോൾ ഇത് പ്രയാസമാണ്. എങ്കിലും ഈ ചാരിയിരുന്നാൽ മാത്രമേ ഇതിനകത്തെ ആനന്ദം എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടി കഷ്ടം അനുഭവിക്കുന്നു, അതിനുള്ള വരം എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് പരിശുദ്ധാത്മാവ് നമുക്ക് തരത്തുള്ളൂ. ആ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പതിയെ ആനന്ദമായിട്ട് മാറും. ശുദ്ധീകരണം നടക്കുന്നത് നമുക്ക് തന്നെ അത് അനുഭവവേദ്യമാകുവാനൊക്കെ സാധിക്കുമെന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ആളുകളെ ഇരുത്തുവീനെന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാർ ഇരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി പങ്കിട്ട് കൊടുത്തു. യോഹന്നാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോ? യേശു അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വിശുദ്ധ തക്സായിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ ചൊല്ലുന്നത് അവൻ തൻ്റെ കഷ്ടാനുഭവങ്ങളുടെ രാത്രിയിൽ തൻ്റെ പരിശുദ്ധ തൃക്കൈകളിൽ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി ശുദ്ധീകരിച്ചു. അതായത് ബാറേക്ക് ഉഖാദേശ് വക്സോ. ബാറേക്ക് എന്ന് പറഞ്ഞാൽ എടുത്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് കൊടുക്കുകയാണ്. യോഹന്നാൻ ശ്ലീഹ ഇത് കമ്പയർ ചെയ്യുന്ന വിശുദ്ധ കുർബാനയുമായിട്ടാണ്. അല്ലാതെ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു എന്നുള്ളതല്ല. ഈ 6-ാം അധ്യായം മുതൽ ഇനി അങ്ങോട്ട് മുഴുവൻ ഈ കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെ പങ്കാളിത്തത്തിൻ്റെ ശ്രേഷ്ഠതയെ വർണ്ണിക്കുന്ന കാര്യങ്ങളല്ലാതെ ഒന്നുമില്ല. 9-ാം അധ്യായത്തിൽ മാത്രം പിറവിയിലെ കുരുടൻ്റെ ഒരു പ്രത്യേക സംഭവം വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു. 5 ഏവത്തപ്പത്തിൽ തിന്ന് ശേഷിച്ച കഷ്ണം അവർ ശേഖരിച്ചു. 12 കുട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളങ്ങളും ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യമെന്ന് പറഞ്ഞു. ശേഷിച്ച കഷ്ണം അത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. പണ്ടിവിടെ ധ്യാന ശുശ്രൂഷ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത്, പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റമ്പാച്ചനുള്ള സമയത്ത് ഞങ്ങൾ കുറച്ച് പേരുണ്ട്.
ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ റമ്പാച്ചൻ വിളിക്കും. ഒരു 11-11:30 ഞങ്ങൾ 3-4-5 പേരുണ്ട്. വിളിച്ചിട്ട് ഞങ്ങളോട് കുറേ കാര്യങ്ങൾ സംസാരിക്കും. അതായത് ഇന്ന് എന്തെല്ലാമാണ് നടന്നത്, എന്തെല്ലാം കാര്യങ്ങൾ തിരുത്താനുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ തിരുത്താനുണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം സംസാരിക്കും. പിന്നെ പറഞ്ഞു വരുമ്പോൾ പുതിയ പുതിയ വെളിച്ചങ്ങൾ അന്നേരം തന്നെ വരും. ഇതിന് മൊത്തത്തിൽ റമ്പാച്ചൻ പറയുന്ന പേര് ശേഷിച്ച കഷ്ണം പറക്കാം വാ എന്നാണ് പറയുന്നത്. കാരണം ഒന്നും നഷ്ടമാക്കാനില്ല, ദൈവിക കാര്യങ്ങളിൽ ഒന്നും നഷ്ടമില്ല. നമ്മൾ വിളമ്പുന്നതിൽ ശേഷിച്ച കഷ്ണം നഷ്ടപ്പെടുത്താനും പാടില്ല. കാരണം ആ ശേഷിച്ച കഷ്ണം അപ്പമാണ്. അപ്പം എന്നുള്ള വാക്കുകൊണ്ട് എപ്പോൾ യോഹന്നാൻ ശ്ലീഹ അതിനെ പ്രയോഗിച്ചിരിക്കുന്നു അവിടെയെല്ലാം ആ അപ്പത്തിന് പിന്നിലായിട്ട് ജീവൻ എന്നൊരു വാക്കുണ്ട്. ജീവൻ്റെ അപ്പമാണ്. അതിനകത്ത് ശേഷിപ്പിക്കുന്ന സാധനത്തിനും കൊടുത്ത സാധനത്തിലെ പോലെ വിലയുണ്ട്. വചനം നുറുക്കി കൊടുക്കുമ്പോൾ വചനത്തിൻ്റെയും ശേഷിച്ച അംശങ്ങൾ നമ്മൾ ഈ അന്തരീക്ഷത്തിൽ പോലും വ്യാപിച്ച് ഇട്ടേക്കും. അതുകൊണ്ടാണ് നമ്മുടെ വായിൽ നിന്ന് കൂടുതലും ദൈവവചനങ്ങളെ വരാവൂ എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ ഒരാളോടൊരു കാര്യം സംസാരിക്കുന്നത് ദൈവികമാണെങ്കിലും അല്ല ലൗകികമാണെങ്കിലും പൈശാചികമാണെങ്കിലും നമ്മൾ അന്തരീക്ഷത്തിൽ അതിൻ്റെ തരംഗങ്ങൾ ശേഷിപ്പിച്ച് വച്ചേക്കും. അതാണ് നമുക്കെതിരായിട്ട് അനുകൂലമായിട്ടുമൊക്കെ സംസാരിക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പഴയ കാലത്ത് ഇത് കേൾക്കുമ്പോൾ വിശ്വസനീയമായിട്ട് തോന്നുകയില്ല. എന്നാൽ ഇന്ന് ശാസ്ത്രം അത് തെളിയിച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന ഓരോ വാക്കും അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട്, അത് റിട്രീവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ജീവൻ്റെ അപ്പം ജീവൻ്റെ വചനമാകുന്നുവെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളിൽ ദൈവികതയുണ്ടാകുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയത്തെ വിശുദ്ധീകരിച്ചാൽ, സങ്കീർത്തനം 39:1 വായിക്കാമോ? നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എൻ്റെ വായെ കടിഞ്ഞാണിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു. പിന്നെയോ, ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എൻ്റെ സങ്കടം പൊന്തി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോഴാണ് ഞാൻ നാവെടുത്ത് സംസാരിച്ചത്. അങ്ങനെ ധ്യാനത്തിങ്കൽ തീ കത്തി നാവെടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയുടെ നൈർമല്യം ഉണ്ടാകും. അത് അന്തരീക്ഷത്തിൽ കിടക്കും, ശേഷിച്ച കഷ്ണമായിട്ട് കിടക്കും. എഫേസ്യ ലേഖനം 4:29 വേറൊരാൾ കൊലോസ്യ ലേഖനം 4:6 എടുക്കണം. എഫേസ്യ ലേഖനം 4:29 ഇത് വായിച്ചു വിടാൻ എളുപ്പമാണ്. പക്ഷേ ഇത് വളരെ ശക്തമായ ഒരു ആത്മശുദ്ധീകരണമില്ലെങ്കിൽ എളുപ്പമല്ല. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. വാക്കുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഒത്തിരി വചനങ്ങളുണ്ട്. കൊലോസ്യർ 4:6 വായിച്ച്. ഒരുത്തനോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയേണ്ടു എന്നറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയുള്ളതും ഒപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കട്ടെ. 1 പത്രോസ് 2:9 ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് എപ്പോഴും അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. 2:9 അല്ലേ? 3:9 മാറിപ്പോയി. ഈ അപ്പം എന്ന് പറഞ്ഞാൽ ജീവൻ്റെ വചനം കൂടെയാണ്. ശിഷ്യന്മാർ ഒരു ദിവസം
വള്ളത്തേലിങ്ങനെ യാത്ര ചെയ്യുമായിരുന്നു. അവർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ അവരുടെ പടകിൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അപ്പം ആരായിരുന്നറിയാമോ? യേശുവായിരുന്നത്. അവർ പെട്ടെന്ന് ചിന്തിക്കുന്ന ആ കഴിക്കാനുള്ള അപ്പം എന്നുള്ള രീതിയില്ല. ആ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അപ്പം മാത്രം മതി. ആ അപ്പത്തിൻ്റെ ശേഷിച്ച കഷ്ണങ്ങൾ ആ അപ്പം പോലെ പ്രാധാന്യമുള്ളതാണ്. അതാണ് നമ്മൾ വിളമ്പുന്നത്. അപ്പോൾ അത് നമുക്ക് നല്ല സാക്ഷിയായി തിരിച്ചു വരുവാൻ സംഗതിയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഇന്ന് വചനത്തെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ അവസാനം ജനങ്ങൾ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? അവൻ ഒരു പ്രവാചകനെന്ന് അറിയുന്നു. പ്രവാചകനെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. മോശ കഴിഞ്ഞാൽ മറ്റൊരു പ്രവാചകൻ യഹൂദന്മാരുടെ ഇടയിലില്ല. അവരാരെയും പ്രവാചകനായിട്ട് അംഗീകരിക്കത്തില്ല. അതുകൊണ്ടാണ് ദീർഘദർശിമാരിൽ തലവനായ മോശ എന്ന് നമ്മൾ പറയുന്നത്. എന്നാൽ ഇവിടെ യോഹന്നാൻ ശ്ലീഹ 6-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ചെയ്ത അടയാളങ്ങളും ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു സത്യം എന്ന് പറയുന്നു. ആവർത്തന പുസ്തകം 18:18 മോശ തന്നെ സാക്ഷീകരിക്കുന്നത്. എന്നേക്കാൾ വലിയൊരു പ്രവാചകൻ വരും, അവൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കണമെന്ന് മോശ തന്നെയാണ് പറയുന്നത്. ആ പ്രവാചകൻ ഇവനാകുന്നു എന്ന് ഈ തന്നെ അനുഗമിച്ചവർക്ക് മാത്രമേ മനസ്സിലായുള്ളൂ. ബാക്കി ആർക്കും ഇവൻ ദൈവപുത്രനാണെന്നോ പ്രവാചകനാണെന്നോ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തലകളെ വണക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്നൊരു തളിപ്പിൻ്റെ ശുശ്രൂഷയും കൂടെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് തലകളെ വണക്കാം.